നിരനിരയായി വിഴിഞ്ഞത്തേക്ക് ചരക്ക് കപ്പലുകൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലക്ഷ്യമിട്ടെത്തുന്നത് 6-ലധികം കപ്പലുകളാണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലുകളാണ് വിഴിഞ്ഞത്ത് നങ്കൂരമിടുക. MSCക്ക് പുറമെ എവർഗ്രീൻ കമ്പനിയുടെ കപ്പലുകളും വിഴിഞ്ഞത്തേക്ക് എത്തുന്നുണ്ട്. പടുകൂറ്റൻ മദർഷിപ്പായ MSC ക്ലൗഡ് ഗ്രാഡറ്റ് തുറമുഖത്തെത്തിയതിനു പിന്നാലെയാണ് കൂടുതൽ കപ്പൽ കമ്പനികൾ വിഴിഞ്ഞത്തേക്ക് താൽപര്യം അറിയിച്ചത്. എവർഗ്രീൻ കമ്പനിയുടെ കപ്പലുകളും താമസിയാതെ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടും. വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കും മുമ്പേ കൂടുതൽ കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് നിർമ്മാണ കമ്പനിയായ അദാനി പോർട്സ്. വിഴിഞ്ഞം തുറമുഖത്തിനടുത്ത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ പുതിയ ഒരു തുറമുഖം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇത് അദാനി പോർട്ടിന്റെ മറ്റൊരു ടെർമിനലായി കണക്കാക്കാം. പുതിയ ടെർമിനലിന്റെ ഡ്രാഫ്റ്റ് 14.20 മീറ്ററും ബെർത്ത് 300 മീറ്ററുമാണ്. 20 മീറ്ററിലധികം ഡ്രാഫ്റ്റുള്ള വിഴിഞ്ഞത്തിന് തൂത്തുക്കുടി ഭീഷണിയേ ആകില്ല. ശരാശരി 4000-ലും 5000-ലും ഇടയിൽ കണ്ടെയ്നർ വഹിക്കാൻ ശേഷിയുള്ള കപ്പലായിരിക്കും അവിടെ എത്തുക. ട്രാൻസ്ഷിപ്മെന്റായി വികസിക്കുമ്പോൾ തൂത്തുക്കുടിയിൽ നിന്നും കൂടുതൽ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തുകയും ചെയ്യുന്നതിലൂടെ തുറമുഖത്തിന്റെ കാര്യക്ഷമത കുറച്ചുകൂടി വർദ്ധിക്കും. ജനം, തിരുവനന്തപുരം.